ഇന്ത്യയുടെ സമൃദ്ധമായ ഭൂപ്രകൃതികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഒരു ഗ്രാമത്തിൽ സഞ്ജയ് എന്ന ബഹുമാന്യനായ ഒരു സൻഗുരു താമസിച്ചിരുന്നു. വ്യക്തിഗത വളർച്ചയുടെയും സ്വയം പാണ്ഡിത്യത്തിൻ്റെയും രഹസ്യങ്ങൾ തുറക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ തേടിയെത്തി. ശാന്തമായ ഒരു സുപ്രഭാതത്തിൽ അർജുൻ എന്ന യുവാവ് കൗതുകത്തിൻ്റെ കണ്ണുകളോടെ മാസ്റ്റർ സഞ്ജയൻ്റെ അടുത്തേക്ക് വന്നു. മാസ്റ്ററുടെ കാന്തികതയുടെ പ്രഭാവലയത്തെ അർജുൻ അഭിനന്ദിക്കുകയും അതേ ആകർഷകമായ സാന്നിധ്യം എങ്ങനെ വളർത്തിയെടുക്കാമെന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശം തേടുകയും ചെയ്തു. മാസ്റ്റർ സഞ്ജയ്, അർജുൻ തുടങ്ങി. അവൻ്റെ സ്വരത്തിൽ ആത്മാർത്ഥത നിറഞ്ഞു. ഞാൻ എപ്പോഴും നിങ്ങളുടെ കാന്തിക സാന്നിധ്യത്തെയും കരിഷ്മയെയും അഭിനന്ദിക്കുന്നു. എന്നെ അത്യധികം കാന്തികമാക്കുന്ന ഈ ദിവ്യശീലങ്ങൾ എങ്ങനെ വികസിപ്പിക്കാമെന്ന് പഠിപ്പിക്കാമോ? ഒരു ഊഷ്മളമായ പുഞ്ചിരിയോടെ മാസ്റ്റർ സഞ്ജയ് അർജുനെ തൻ്റെ ശാന്തമായ സങ്കേതത്തിലേക്ക് സ്വാഗതം ചെയ്തു. അത്യധികം ദൈവിക ശീലങ്ങൾക്കുള്ളിൽ കിടക്കുന്ന കാലാതീതമായ ജ്ഞാനം പകരാൻ തയ്യാറായി. പ്രിയപ്പെട്ട അർജുൻ, മാസ്റ്റർ സഞ്ജയ് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ശബ്ദം സൗമ്യവും എന്നാൽ അധികാരം നിറഞ്ഞതുമാണ്. ദൈവിക ശീലങ്ങൾ വളർത്തിയെടുക്കുന്നത് സ്വയം കണ്ടെത്തലിൻ്റെയും ആന്തരിക പരിവർത്തനത്തിൻ്റെയും ഒരു യാത്രയാണ്. നിങ്ങളെ അത്യധികം കാന്തികമാക്കുന്ന ശീലങ്ങളിലൂടെ ഞാൻ നിങ്ങളെ നയിക്കട്ടെ. ഉൾക്കാഴ്ചയുടെയും പ്രബുദ്ധതയുടെയും ഒരു ചരടിലേക്ക് നെയ്തെടുത്ത് അദ്ദേഹം ഇനി പറയുന്ന പോയിന്റുകൾ വിശദീകരിച്ചു. ആധികാരികത പരിശീലിക്കുക. വ്യക്തിഗത കാന്തികത വളർത്തിക്കുന്നതിൽ ആധികാരികതയുടെ പ്രാധാന്യം മാസ്റ്റർ സഞ്ജയ് ഊന്നി പറഞ്ഞു. നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുക, അദ്ദേഹം അർജുനെ ഉപദേശിച്ചു. ആധികാരികത ഒരു കാന്തം പോലെ മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. ആത്മവിശ്വാസം വളർത്തിയെടുക്കുക. നിങ്ങളുടെ കഴിവിലും നിങ്ങളിലും നിങ്ങൾ വിശ്വസിക്കുക, മാസ്റ്റർ സഞ്ജയ് അർജുനെ പ്രേരിപ്പിച്ചു. ആത്മവിശ്വാസം മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു കാന്തിക ഊർജം പ്രസരിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. നന്ദി പ്രകടിപ്പിക്കുക. കൃതജ്ഞത സമൃദ്ധിയുടെ കാന്തമാണ്, മാസ്റ്റർ സഞ്ജയ് പ്രഖ്യാപിച്ചു. തൻ്റെ ജീവിതത്തിലേക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ആകർഷിച്ചുകൊണ്ട് കൃതജ്ഞതയുടെ ദൈനംദിന പരിശീലനം വളർത്തിയെടുക്കാൻ അദ്ദേഹം അർജുനെ പ്രോത്സാഹിപ്പിച്ചു. ദുർബലതയെ ആലിംഗനം ചെയ്യുക. ദുർബലത ശക്തിയുടെ അടയാളമാണ്, മാസ്റ്റർ സഞ്ജയ് കുറിച്ചു. നിങ്ങളുടെ കാന്തിക സാന്നിധ്യം വർദ്ധിപ്പിച്ച് നിങ്ങളുമായി ഒരു ആഴത്തിലുള്ള തലത്തിൽ ബന്ധപ്പെടാൻ ദുർബലതയെ സ്വീകരിക്കുന്നത് മറ്റുള്ളവരെ അനുവദിക്കുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. സഹാനുഭൂതി പരിശീലിക്കുക. സമഭാവം മറ്റുള്ളവരുമായി ഒരു ബന്ധം സൃഷ്ടിക്കുന്നു, മാസ്റ്റർ സഞ്ജയ് നിരീക്ഷിച്ചു. മറ്റുള്ളവരോട് സഹാനുഭൂതിയും അനുകമ്പയും വളർത്തിയെടുക്കാനും ബന്ധങ്ങൾ വളർത്താനും അവൻ്റെ കാന്തികത വർദ്ധിപ്പിക്കാനും അദ്ദേഹം അർജുനെ ഉപദേശിച്ചു. പോസിറ്റീവ് എനർജി പ്രസരിപ്പിക്കുക. പോസിറ്റീവ് എനർജി ഒരു പകർച്ചവ്യാധിയാണ്, മാസ്റ്റർ സഞ്ജയ് പ്രസ്താവിച്ചു. പോസിറ്റീവ് മാനസികാവസ്ഥ വളർത്തിയെടുക്കാനും അവന് പോകുന്നിടത്തെല്ലാം പോസിറ്റിവിറ്റി പ്രചരിപ്പിക്കാനും അദ്ദേഹം അർജുനെ പ്രോത്സാഹിപ്പിച്ചു. സമാന ചിന്താഗതിക്കാരായ വ്യക്തികളെ തൻ്റെ ജീവിതത്തിലേക്ക് അത് ആകർഷിക്കുന്നു. അതിരുകളെ ബഹുമാനിക്കുക. മറ്റുള്ളവരുടെ അതിരുകളെ ബഹുമാനിക്കുക, മാസ്റ്റർ സഞ്ജയ് അർജുനെ ഉപദേശിച്ചു. അതിരുകളെ ബഹുമാനിക്കുന്നത് വിശ്വാസവും ബഹുമാനവും വളർത്തുമെന്നും മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങളുടെ കാന്തിക സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ലക്ഷ്യത്തോടെ ജീവിക്കുക. ഉദ്ദേശത്തോടെയും ലക്ഷ്യത്തോടെയും ജീവിക്കുക, മാസ്റ്റർ സഞ്ജയ് അർജുനെ പ്രേരിപ്പിച്ചു. ലക്ഷ്യത്തോടെയുള്ള ജീവിതം നിങ്ങളുടെ ജീവിതത്തിന് ദിശാബോധവും അർത്ഥവും നൽകുന്നു, മറ്റുള്ളവർക്ക് നിങ്ങളെ കൂടുതൽ ആകർഷകമാക്കുന്നു. സജീവമായി കേൾക്കാൻ പരിശീലിക്കുക. മറ്റുള്ളവരെ ശ്രദ്ധയോടെ കേൾക്കുക, മാസ്റ്റർ സഞ്ജയ് അർജുനെ ഉപദേശിച്ചു. സജീവമായ ശ്രവണം പരിശീലിക്കുന്നത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ നിങ്ങൾ വിലമതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവെന്ന് അവരുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. പോസിറ്റിവിറ്റിയെ ഉൾക്കൊള്ളുന്നു. പോസിറ്റിവിറ്റി കാന്തമാണ്, മാസ്റ്റർ സഞ്ജയ് പ്രഖ്യാപിച്ചു. പോസിറ്റിവിറ്റിയും അവസരങ്ങളും ജീവിതത്തിലേക്ക് ആകർഷിച്ചുകൊണ്ട് പോസിറ്റീവ് മനോഭാവവും ജീവിത വീക്ഷണവും ഉൾക്കൊള്ളാൻ അദ്ദേഹം അർജുനെ പ്രോത്സാഹിപ്പിച്ചു. യഥാർത്ഥ താല്പര്യം കാണിക്കുന്നു. മറ്റുള്ളവരിൽ യഥാർത്ഥ താല്പര്യം കാണിക്കുക, മാസ്റ്റർ സഞ്ജയ് അർജുനെ ഉപദേശിച്ചു. മറ്റുള്ളവരുടെ ജീവിതത്തിലും അനുഭവങ്ങളിലും ആത്മാർത്ഥമായ താല്പര്യം പുലർത്തുന്നത് ബന്ധം സ്ഥാപിക്കുകയും നിങ്ങളുടെ കാന്തിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന്
അദ്ദേഹം വിശദീകരിച്ചു. സ്വയം പരിചരണം പരിശീലിക്കുക, സ്വയം സമഗ്രമായി പരിപാലിക്കുക. മാസ്റ്റർ സഞ്ജയ് അർജുനെ ഉപദേശിച്ചു. സ്വയം പരിചരണത്തിന് മുൻഗണന നൽകുന്നത് നിങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കുകയും മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു കാന്തിക ഊർജം പ്രസരിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മാസ്റ്റർ സഞ്ജയ് തൻ്റെ പഠിപ്പിക്കലുകൾ അവസാനിപ്പിച്ചപ്പോൾ അർജുന് ശാക്തീകരണവും വ്യക്തതയും ഉള്ളതായി തോന്നി. പുതുക്കിയ നിശ്ചയദാർഢ്യത്തോടെ ഈ ദൈവിക ശീലങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. അങ്ങനെ ചെയ്യുന്നതിലൂടെ തനിക്ക് അത്യധികം കാന്തികനാവാനും താൻ ആഗ്രഹിക്കുന്ന സമൃദ്ധിയും ബന്ധങ്ങളും ആകർഷിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി. അതിനാൽ ഈ ദൈവിക ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിലൂടെ തൻ്റെ കഴിവിൻ്റെ പൂർണ്ണത തുറക്കാനും മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുന്ന കാന്തിക സാന്നിധ്യം പ്രസരിപ്പിക്കാനും കഴിയുമെന്നും അറിഞ്ഞുകൊണ്ട് മാസ്റ്റർ സഞ്ജയിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം അർജുൻ സ്വയം കണ്ടെത്തലിൻ്റെയും പരിവർത്തനത്തിൻ്റെയും ഒരു യാത്ര ആരംഭിച്ചു. If you love to watch this video, you can like, share and subscribe.